Service Marketing Lesson 1. Every human being as customers has used services every day from dawn to dusk. രാവിലെ മുതൽ രാത്രി വരെ എല്ലാവരും പലതരത്തിലുള്ള സർവീസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. Then turning on light, listening radio, talking telephone, traveling bus, by use of water, പലതരത്തിലുള്ള സർവീസുകൾ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്. Then industries and other business owners are dependent by a wide variety of services. പല സ്ഥാപനങ്ങളും പലതരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കസ്റ്റമേഴ്സ് ആർ നോട്ട് ഓൾവേസ് ഹാപ്പി വിത്ത് ദ ക്വാളിറ്റി ഓഫ് വാല്യൂ സർവീസ്. പക്ഷേ ഇതിൽ പലപ്പോഴും കസ്റ്റമേഴ്സ് ഹാപ്പി അല്ല. പീപ്പിൾ കംപ്ലൈൻ അബൌട്ട് ലേറ്റ് ഡെലിവറി, ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സണൽ, നല്ല സ്റ്റാഫല്ല, ഇൻകൺവീനിയൻറ്റ് സർവീസ് അവേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നീഡ്ലെസ്ലി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ, ലോങ് ക്യൂ, ഹോസ്റ്റ് ഓഫ് അതർ പ്രോബ്ലംസ്, ഇതൊക്കെ സർവീസ് മാർക്കറ്റിങ്ങിൽ വരുന്ന കണ്ടീഷൻസാണ്. ഇത് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സർവീസ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലേറി എ സെയ്താൾ ഡിഫൈൻസ് സർവീസ് ആർ ഡീഡ്സ്, പ്രോസസ് ആൻഡ് പെർഫോമൻസ്. ഒരു ഡീഡാണ്, പ്രോസസ്സ്, പെർഫോമൻസ്. സർവീസ് ടു ഇൻക്ലൂഡ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് whose output is not physical product or construction, generally consumed at a time it is produced, and provide value in the forms that are essentially intangible concerns of its first purchase. അതായത് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് അല്ല. ജനറലി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് തന്നെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് അത് കൺസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ ആഡഡ് വാല്യൂ തരുന്നതാണ്, അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ ആയിരിക്കും. ഇതാണ് സർവീസ് എന്ന് പറയുന്നത്. ഇനി കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് എൻകംപാസ് വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രീസ്, ഓൾ ഓഫ് ഫോളോയിങ് കമ്പനീസ് കൺസിഡർ സർവീസ്. പലതരത്തിലുള്ള കമ്പനികളും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭാരത് സഞ്ചാർ നിഗം ടെലിഫോൺ സർവീസാണ്, തമിഴ്നാട് ജനറേഷൻ ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി സർവീസാണ്, മാരിയോട്ട് ഇൻ്റർനാഷണൽ ഹോട്ടൽ സർവീസാണ്, ഹോട്ടലൊക്കെ സർവീസാണ്, എയർ ഇന്ത്യ ഏവിയേഷൻ സർവീസാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് സർവീസാണ്. അങ്ങനെ പല സ്ഥാപനങ്ങളും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദ കമ്പനീസ് അബവ് മെൻഷൻഡ് ആർ മാർക്കറ്റിംഗ് ആൻഡ് ഡെലിവറിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമർ സർവീസസ് സർവീസ് പ്രൊവൈഡ് ഇൻ ദ സപ്പോർട്ട് ഓഫ് കമ്പനി കോർ പ്രൊഡക്റ്റ്. ആ കമ്പനിയുടെ കോർ പ്രൊഡക്റ്റാണ് ഒരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ടാഞ്ചിബിലിറ്റി ഓഫ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, ഇൻടാഞ്ചിബിലിറ്റിയാണ്. പക്ഷേ അതിൽ ചില ടാഞ്ചിബിൾ ആയിട്ടുള്ള എലമെൻസുകളുണ്ട്. സർവീസ് ഇംപ്ലൈസ് ദാറ്റ് ഇൻടാഞ്ചിബിലിറ്റി ഇൻ ദ കീ ഡിറ്റർമിൻ വെദർ ആൻഡ് ഓഫറിംഗ് സർവീസ്. അത് ഇൻടാഞ്ചിബിൾ ആണ്. വൈൽ ദിസ് ഈസ് ട്രൂ ആൻഡ് ട്രൂ ഇസ് ഫ്യൂ പ്രൊഡക്ട്സ് ആർ പ്യൂർലി ഇൻടാഞ്ചിബിൾ ഓർ ടോട്ടലി ടാഞ്ചിബിൾ. അതിൽ ചില ഭാഗങ്ങൾ നമുക്ക് ടാഞ്ചിബിൾ ആണ്. ഇപ്പോൾ ഒരു ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിലെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ടാഞ്ചിബിൾ ആണ്. പക്ഷെ അവർ ചെയ്യുന്ന സർവീസോ അവർ പ്രൊവൈഡ് ചെയ്യുന്നതോ എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് സർവീസ് സെക്ടർ. ദ സർവീസ് സെക്ടർ റിമാർക്കബിളി ഡൈവേഴ്സ്, കോംപ്രൈസ് ഓഫ് വൈഡ് അറേ ഓഫ് ഇൻഡസ്ട്രീസ് സെല്ലിംഗ് ദ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ് കസ്റ്റമേഴ്സ്. അതിൽ സർവീസ് ബൾക്ക് ടുഡേസ് ഇക്കോണമി, ദെൻ മോസ്റ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ന്യൂ ജോബ്സ്. അതായത് ഒരുപാട് സർവീസുകൾ ഇപ്പോൾ, അതായത് കുറച്ചുകൂടി കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, സർവീസായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ മെയിനായിട്ട് വരുന്നത് സർവീസ് എക്സ്പീരിയൻസ് ആണ്. സർവീസ് എക്സ്പേർട്സ് ഹാവ് ഫൗണ്ട് ഡിഫറൻറ്റ് വേ ടു ഡിസ്ക്രൈബ് service. Most of these ways have ended up concluding that service experience best way to describe what happens to customer. അവിടെ മെയിനായിട്ട് സർവീസിൽ എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻസ്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് സർവീസ് എക്സ്പീരിയൻസ്. എന്താ ഈ സർവീസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫീലിംഗ്, നമ്മൾ അബൌട്ട് സച്ച് ആസ് എൻകൗണ്ടേഴ്സ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഇവൻ്റ് ഓർ സം ടൈം എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് സർവീസ് എക്സ്പീരിയൻസ്. അത് നമുക്ക് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മെനി തിങ്സ് ഹാപ്പൻ ടു വെൻ എ കസ്റ്റമർ അണ്ടർടേക്ക് എ ട്രെയിൻ ജേർണി. ഒരു ട്രെയിൻ ജേർണിക്ക് പോകുമ്പം അതിൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അതായത് കുറച്ച് എക്സ്പീരിയൻസ് ആണ്. ദ റിസർവേഷൻ പ്രോസസ്സ്, ആക്ച്വൽ ജേർണി, ദെൻ മൾട്ടി ഫേസഡ് എക്സ്പീരിയൻസ്, ട്രാൻസ്പോർട്ട് ടു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തുന്നത്, അപ്പിയറൻസ് ഓഫ് സ്റ്റേഷൻ്റെ അപ്പിയറൻസ്, ഫൈൻഡിങ് ടു സീറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പം, കോ പാസഞ്ചേഴ്സിൻ്റെ ബിഹേവിയർ, അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഓൺ ടൈം ഡിപ്പാച്ചർ ആൻഡ് അറൈവൽ ഓഫ് ട്രെയിൻ ആൻഡ് മെനി അതർ ഫീച്ചേഴ്സ് മേക്കപ്പ് ദ ടോട്ടൽ എക്സ്പീരിയൻസ് ഓഫ് റെയിൽവേ ജേർണി ഫോർ ദ കൺസ്യൂമർ. അതിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നതാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് അവിടെ വരുന്നത് എക്സ്പീരിയൻസ് ആണ്. ഇൻ സം അതർ പോപ്പുലർ വേസ് വർക്കിംഗ് എ സർവീസ് ആസ്. ഇനി ഇതിലുള്ള ചില സർട്ടൻ ആയിട്ടുള്ള ചില എലമെൻറ്റുകളാണ്. മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. അതായത് ദ ഫ്രേസ് വാസ് പോപ്പുലർ സ്കാൻഡിനേവിയൻ എയർലൈൻസ് ആണ്, ജാൻ കാർസലാണ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ പറയുന്നത് മെയിനായിട്ട് ട്രൂത്താണ്.
നമ്മൾ അവിടെ he said that all encounters or transactions where the customer interact with the company were moment of truth. അതായത് അവിടെ അയാൾ എന്തൊക്കെ കാണണോ, എൻകൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുന്നത്, എതിരിടുന്നത് എന്നുള്ള അർത്ഥത്തിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ അവിടെ ചെന്നു, അവിടുത്തെ ബിൽഡിംഗ് കണ്ടു, അത് കണ്ടുപിടിച്ചു, പ്ലേസ് കണ്ടുപിടിച്ചു, അപ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ട്രെയിൻ കണ്ടുപിടിച്ചു, ആ ട്രെയിനിൽ സീറ്റ് കണ്ടുപിടിച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ സത്യസന്ധമായിരിക്കും. അത് എത്രമാത്രം നല്ല രീതിയിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യണം അതനുസരിച്ച് കമ്പനിയുടെ ഒപ്പീനിയൻ മാറും. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് he said if this moment can be well managed result would be great service company. അതായത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സർവീസ് കമ്പനിയായിട്ട് അറിയപ്പെടാനായിട്ട് പറ്റും, കസ്റ്റമർ ഹാപ്പി കസ്റ്റമറായിട്ട് മാറും. ഇനി സർവീസ് മോഡൽ. ഈ സർവീസിൽ ദി സ്റ്റേറ്റ് വേർ ടു കമ്പോണൻറ്റ്, വിസിബിൾ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഓൺ ദ സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് കംപ്രൈസിങ് ബോത്ത് പീപ്പിൾ ആൻഡ് ഇൻഅനിമേറ്റ് എൻവയോൺമെൻറ്റ്. പീപ്പിളും അവിടെ മെയിനായിട്ട് വരുന്ന സർവീസിൽ വരുന്ന ഒരു എലമെൻ്റാണ് പീപ്പിൾ, സ്റ്റാഫുകൾ. അതുപോലെ തന്നെ ഇൻഅനിമേറ്റ് എൻവയോൺമെൻറ്റും വരുന്നുണ്ട്. കസ്റ്റമർ ഇൻട്രാക്ട് വിത്ത് വിസിബിൾ പാർട്ട് ഓഫ് ദ സെറ്റപ്പ്. വിസിബിൾ പാർട്ടിനാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് പ്രസൻറ്റ് ദ സെയിം ടൈം. ദെൻ ഇൻഅനിമേറ്റ് എൻവയോൺമെൻറ്റ്, അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അതൊക്കെ നമ്മളുടെ ഒപ്പീനിയൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന സർവീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പ്രൊഫസർ റൂം ഓർ ഹിസ് അപ്പിയറൻസ് മേ ബി യൂസ്ഡ് ബൈ സ്റ്റുഡൻസ് ആസ് എ ഇൻഡിക്കേറ്റർ ഹൗ വെൽ ഹി ഈസ് ടീച്ചിങ്. ഒരു പ്രൊഫസറുടെ റൂം, അയാളുടെ പ്രസൻസ്, അയാളുടെ ഒരു ഫീച്ചർ, ഫിസിക്കൽ ഫീച്ചർ, അതൊക്കെ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അയാളെ എങ്ങനെ പഠിപ്പിക്കും എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് സർവീസിൽ ഫിസിക്കൽ അപ്പിയറൻസസ്, ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഫിസിക്കലായിട്ടുള്ള എവിഡൻസുകൾ, നമ്മളെ ബിൽഡിങ്, അതിൻ്റെ സ്ട്രക്ചർ, അതൊക്കെ എങ്ങനെയാണ് അവർ ആ സർവീസ് ചെയ്യാൻ പോണേന്നുള്ളത് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇനി ആസ് എ സർവീസ് തിയേറ്റർ, സർവീസ് ഒരു പ്ലാനിങ്, ഡിസൈനിങ് ആൻഡ് ഡെലിവറി ടു ദ തിയററ്റിക്കൽ പെർഫോമൻസ്. അതായത് തിയേറ്ററിക്കൽ പെർഫോമൻസ്. അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അയാൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് അയാൾക്ക് മീറ്റ് ചെയ്യേണ്ടി വരും, അതൊക്കെ മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്, സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഒരു ടീമായിട്ട് ആൾക്കാർ അതിൽ പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഡെലിവർ ചെയ്യാം. പക്ഷേ ഒരിക്കലും ചിലപ്പോൾ ആ ഫ്രണ്ട് ലൈനിലുള്ള ഓഫീസേഴ്സിനെ മാത്രമാണ് നമ്മൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ, ബാക്ക് ലൈനിൽ അതിൻ്റെ ബാക്ക് സ്റ്റേജിലുള്ള ആൾക്കാരെ ഒന്നും നമ്മൾ കാണുന്നുണ്ടായിരിക്കില്ല. നെക്സ്റ്റ് വരുന്നത് പ്ലേയിങ് ഔട്ട് ഓഫ് ദ റോൾ ഓഫ് ആസ് എ സ്ക്രിപ്റ്റ്. അതൊരു സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് തയ്യാറാക്കുക. ആ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം, ഒരാൾ വരുമ്പോൾ, ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് ഓരോരുത്തർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കണം. അത് എത്രമാത്രം പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നു അത്രയും നല്ല സർവീസ് കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി അറിയപ്പെടും. ഓക്കെ.